പള്ളി പ്രസിഡന്റിനും സെക്രട്ടറിക്കും നേരെ ആക്രമണം. ആശുപത്രിയിൽ കയറിയും മൂവർ സംഘത്തിന്റെ കയ്യേറ്റം. ആക്രമണത്തിൽ ആശുപത്രിക്ക് നാശനഷ്ടം. ആലുവ തായ്ക്കാട്ടുകര ജുമാ മസ്ജിദ് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നേരെയാണ് മൂവർ സംഘത്തിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റത്. പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവർക്ക് നേരെ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറി വീണ്ടും മൂവർ സംഘം ക്രൂരമായി മർദ്ദിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പള്ളി കമ്മിറ്റി അംഗങ്ങളെ അധിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള ലഘുലേഖ ഒരു സംഘം വിതരണം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ആരംഭിക്കുന്നത്. തായ്ക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഒരു തീരുമാനം ഉള്ളത്, ഈ നോട്ടീസുകളോ അങ്ങനെയുള്ള ലഘുലേഖകളോ പ്രസിദ്ധീകരിക്കണമെങ്കിൽ മുൻകൂട്ടി അനുവാദം വാങ്ങണം എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ മഹലിലുണ്ട്. എന്നാൽ ഇന്നലെ ജുമാ നമസ്കാരം കഴിഞ്ഞ ഉടനെ പി എ അബ്ദുൽ ഖാദർ പനക്കപ്പറമ്പിൽ എന്ന വ്യക്തി പള്ളിയുടെ ഗേറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് ലഘുലേഖ പോലെ ഉള്ള നോട്ടീസ് വിതരണം ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അതിനകത്ത് ജമാഅത്ത് കമ്മിറ്റിയെയും ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, മുൻ സെക്രട്ടറി തുടങ്ങിയവരെയെല്ലാം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് അടിച്ചിറക്കിയിട്ടാണ് അദ്ദേഹം അവിടെ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്യുകയും അത് ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയും ഞങ്ങളെ ധിക്കാരപൂർവ്വം അത് ഞങ്ങൾ കൊടുക്കും എന്നുള്ള മട്ടിൽ സംസാരിക്കുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടറി ഷമീറിനെയും കയ്യേറ്റം ചെയ്യാൻ വരികയും അതിനോടനുബന്ധിച്ച് ഒരു ഒന്നും തള്ളുണ്ടാവുകയും എനിക്ക് ശക്തമായ തള്ളലിൽ ഞാൻ പോയി മതിലിലിടിച്ച് വീഴുകയും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ ആലുവ നജാത്ത് ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറെ കണ്ട് ഇവിടെ അഡ്മിറ്റാവുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷം ഈ പറഞ്ഞ അബ്ദുൽ ഖാദറിൻ്റെ മകനും രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടി മേൽപ്പറഞ്ഞ അബ്ദുൽ ഖാദറിൻ്റെ മകൻ സനൂപും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ അഡ്വക്കേറ്റ് ഷിറാസ് അലിയാരും വേറൊരു ജ്യേഷ്ഠൻ്റെ മകൻ മുഹമ്മദ് റാഫിയും ചേർന്ന് ഞാൻ കിടക്കുന്ന മുറിയുടെ പുറത്തു വരികയും പുറത്തു വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജമാഅത്ത് സെക്രട്ടറി ഷമീറിനെ കയ്യേറ്റം ചെയ്യുകയും മുഖത്തടിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം റൂമിലേക്ക് കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയും വാപ്പാനെ ആരാ തല്ലിയെന്നൊക്കെ ചോദിച്ച് എന്നെയും ഭീഷണിപ്പെടുത്തി, നീ ഇപ്പോൾ ഡിസ്ചാർജായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരട്ടെ, വരുമ്പോൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇവിടെ നിന്ന് പോവുകയും താഴെ ചെന്നതിന് ശേഷം വീണ്ടും ഷമീറിനെ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റി റൂമിൻ്റെ വാതിക്കൽ വെച്ച് മർദ്ദിക്കുകയും മുന്തലിലും തള്ളലിലും പെട്ട് ആ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി റൂമിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് പൊട്ടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പോലീസ് വന്ന് എൻ്റെ മൊഴി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ജമാഅത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പുള്ളിയിട്ട് കൂട്ടിരിക്കാൻ വന്ന തന്നെ 3 പേര്, അതായത് അഡ്വക്കേറ്റ് ഷിറാസ് അലിയാർ, മുഹമ്മദ് റാഫി, സനൂബ് എന്നീ 3 വ്യക്തികൾ ഇടിച്ചേറി ഹോസ്പിറ്റലിൻ്റെ അകത്ത് റൂമിലിരിക്കുമ്പോൾ വന്നിട്ട് എന്നെ ബലമായി പിടിച്ച് തല്ലുകയും മാരകമായി ആക്രമിക്കുകയും ചെയ്തു. അത് കേട്ട് ഓടിയെത്തിയ നഴ്സുമാരും PROയും എല്ലാവരും കൂട്ടി എന്നെ കാഷ്വാലിറ്റിയിലേക്ക് ഡോക്ടറെ കാണിക്കാൻ ചെല്ലുമ്പോൾ അവിടെയും വന്ന് വീണ്ടും എന്നെ ആക്രമിക്കുകയും ഗ്ലാസ്സിലേക്ക് തള്ളിയിടുകയും മാരകമായ ആക്രമണം നടത്തുകയും ചെയ്തു. പള്ളി പ്രസിഡന്റായ അലിക്കുഞ്ഞ്, സെക്രട്ടറി ഷമീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റതിനെ തുടർന്ന് ആലുവ നജാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടമാണ് ആശുപത്രിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തുടർന്ന് ആലുവ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 95 വേണ്ടി റിപ്പോർട്ടർ സഹീർ അറക്കൽ.